ഒരു വ്യാപാര ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല, ഇത് ഉപരോധങ്ങളെ പ്രതിരോധിക്കുന്ന വാസ്തുവിദ്യയാണ്. മധ്യേഷ്യയിലൂടെ കടന്നുപോകുന്ന പുതിയ ചൈന ഇറാൻ റെയിൽ ഇടനാഴികൾ തന്ത്രപരമായ സമവാക്യത്തെ അടിസ്ഥാനപരമായി മാറ്റുകയാണ്. കാരണം കസാക്കിസ്ഥാനിലെ റെയിൽവേകളെ അമേരിക്കയ്ക്ക് ഒരിക്കലും ഉപരോധിക്കുവാൻ കഴിയില്ല. യുറേഷ്യയ്ക്ക് മുകളിൽ അമേരിക്കയ്ക്ക് അവരുടെ 5ാം കപ്പൽ പടയെ പ്രതിഷ്ഠിക്കുവാനും കഴിയില്ല. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിച്ചു. സമാധാനം വെളിപ്പെട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ലോകം അതിവേഗം പഴയ അവസ്ഥയിലേക്ക് മടങ്ങിയെത്തും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന നിമിഷത്തിൽ അവസാനം എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് വീണ്ടും വെടിപൊട്ടിയിരിക്കുകയാണ്. ഇറാന്റെ ബന്ദർ അബ്ബാസ് എന്ന നഗരത്തിലുള്ള ഒരു മിസൈൽ വിക്ഷേപണ കേന്ദ്രത്തിനും ഒപ്പം ഹോർമുസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിക്കുവാൻ ശ്രമിച്ച IRGCയുടെ ബോട്ടുകളും ലക്ഷ്യമാക്കിയായിരുന്നു അമേരിക്കയുടെ ആക്രമണമുണ്ടായത്. അമേരിക്കൻ സൈനികർക്കെതിരെയുള്ള ഭീഷണി തടയുവാനും തങ്ങളുടെ സൈനികരെ സംരക്ഷിക്കുവാനുമാണ് ഈ നീക്കമെന്നാണ് US സെൻട്രൽ കമാൻഡ് അറിയിച്ചത്. യുദ്ധം അവസാനിപ്പിക്കുവാൻ ഒരു വശത്ത് കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി പാകിസ്ഥാൻ, ഒമാൻ, ഈജിപ്റ്റ്, ഒടുവിലായി ഖത്തറും സജീവമായി രംഗത്തിറങ്ങി. അവസാനമായി ഖത്തറിൽ ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുകയും സമാധാന അന്തരീക്ഷം വെളിപ്പെടുന്നു എന്ന് ഏകദേശം ഉറപ്പിക്കുകയും ചെയ്ത ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് അമേരിക്കയുടെ ആക്രമണം വീണ്ടും ഇറാനിലുണ്ടായത്? അതിന്റെ കാരണം യുദ്ധം അവസാനിക്കണമെന്ന് അമേരിക്ക ആഗ്രഹിച്ചിട്ടും അത് സാക്ഷാത്കരിക്കുവാൻ പറ്റാത്ത രീതിയിൽ ബാഹ്യമായ പല ഇടപെടലുകളും അണ്ടർഗ്രൗണ്ടിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. യുദ്ധം അവസാനിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ചില ശക്തികൾ ഇതിന്റെ പിൻപിൽ കളിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത്തരമൊരു ശക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സംശയലേശമന്യേ ഏവരും വിരൽ ചൂണ്ടുന്നത് ഇസ്രായേലിന്റെ നേരെ തന്നെയായിരിക്കും. അതെ, ഇസ്രായേലിന്റെ താല്പര്യപ്രകാരമായിരുന്നു അമേരിക്ക യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. മുൻപോട്ട് പോകുവാൻ കഴിയാത്ത ഘട്ടത്തിൽ അമേരിക്ക എങ്ങനെയെങ്കിലും തലയൂരി രക്ഷപ്പെടുവാൻ ശ്രമിക്കുമ്പോഴും അതിന് കഴിയാത്ത രീതിയിൽ അമേരിക്കയെ കൂടി സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഇസ്രായേൽ വീണ്ടും സജീവമായി യുദ്ധം നിലനിർത്തുവാൻ താല്പര്യപ്പെടുകയാണ്. ചുരുക്കത്തിൽ അമേരിക്കയുടെയും ഇറാന്റെയും താല്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരുവാൻ പറ്റില്ല. ഞങ്ങൾക്കും ചില കണ്ടീഷനുകളുണ്ട്. അത് പാലിക്കപ്പെടാത്ത കാലത്തോളം പേർഷ്യൻ ഗൾഫ് മേഖലയിൽ സമാധാനം ഉണ്ടാവില്ല, ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്രായേലിന്റെ പിടിവാശി. ഒരു വിധത്തിൽ പറഞ്ഞാൽ മാധ്യമങ്ങൾ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന പല കാര്യങ്ങളും അന്ധൻ ആനയെ കണ്ടതുപോലെയാണ്. കാര്യങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്നിപ്പോഴും വലിയൊരു കൂട്ടം ആൾക്കാർക്ക് അറിയില്ല. യുദ്ധം അവസാനിച്ചാലും യുദ്ധം മുൻപോട്ട് നീട്ടിക്കൊണ്ടുപോയാലും തലയൂരുവാനും രക്ഷപ്പെടുവാനും കഴിയാത്ത രീതിയിൽ ഇവിടെ പെട്ടുപോയ ഒരു രാഷ്ട്രമുണ്ട്. അത് ഇറാനല്ല, അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ അനധിവിദൂര ഭാവിയിൽ എന്താണ് വാസ്തവത്തിൽ അമേരിക്കയ്ക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ വളരെ സമഗ്രവും ആഴത്തിലുള്ളതുമായ ഒരു പരിശോധനയാണ് ഈ വീഡിയോയിൽ തുടർന്ന് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കേൾക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുവാൻ പോകുന്ന വിഷയം അടുത്ത ദശകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൗമരാഷ്ട്രീയ വഴിത്തിരിവുകളിൽ ഒന്നായി മാറിയേക്കാം. ഞാനത് വളരെ ലഘുവായി പറയുന്നതല്ല. കാരണം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ചൈനയും ഇറാനും തമ്മിൽ നെയ്തുകൂട്ടിയ പദ്ധതികൾ അത് വെറുമൊരു വ്യാപാരത്തെക്കുറിച്ചല്ല, അത് ഉപരോധങ്ങളെക്കുറിച്ച് മാത്രമല്ല, അത് മിഡിൽ ഈസ്റ്റിനെ കുറിച്ച് മാത്രവുമല്ല. സംഭവിച്ചത് അതിനേക്കാൾ വലിയ കാര്യങ്ങളാണ്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തന്ത്രപരമായ ദുർബലത അഥവാ സ്ട്രാറ്റജിക് വൾനറബിലിറ്റി ചൈന നിശബ്ദമായി പരിഹരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ വസ്തുത. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വാഷിംഗ്ടൺ മനസ്സിലാക്കിയപ്പോൾ അമേരിക്കൻ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്കുള്ളിലെ പ്രതികരണം ആത്മവിശ്വാസമുള്ളതായിരുന്നില്ല, അത് പരിഭ്രാന്തിയുടേതായിരുന്നു. കാരണം കഴിഞ്ഞ 40 വർഷത്തോളമായി ഇറാന് നേരെയുള്ള അമേരിക്കൻ തന്ത്രങ്ങളെല്ലാം ഒരു കേന്ദ്ര അനുമാനത്തെ ആശ്രയിച്ചാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് ഇറാനെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. ഉപരോധങ്ങൾ, ബാങ്കിംഗ് നിയന്ത്രണങ്ങൾ, നാവിക സമ്മർദ്ദങ്ങൾ, ഇൻഷുറൻസ് സമ്മർദ്ദങ്ങൾ, സ്വിഫ്റ്റ് നിയന്ത്രണങ്ങൾ, കപ്പൽ പിടിച്ചെടുക്കലുകൾ എന്നിവയിലൂടെ ദീർഘകാലം രൂക്ഷമായ സമ്മർദ്ദം ചെലുത്തിയാൽ ഒടുവിൽ ഇറാന്റെ സമ്പദ് വ്യവസ്ഥ തകരും എന്നവർ കരുതി. അതായിരുന്നു ഇപ്പോഴുള്ള സിദ്ധാന്തം. എന്നാൽ ഇന്ന് ഞാൻ പറയുവാൻ പോകുന്നത് ഈ സിദ്ധാന്തം തകർന്നു തുടങ്ങി എന്നുള്ളതിനെക്കുറിച്ചാണ്. പടിപടിയായോ പ്രതീകാത്മകമായോ അല്ല, ഘടനാപരമായി തന്നെ തകർന്നു തുടങ്ങിയിരിക്കുന്നു. കാരണം അമേരിക്കൻ ഉപരോധ വ്യവസ്ഥയിൽ നിന്ന് ഇറാന് സ്ഥിരമായ ഒരു രക്ഷാമാർഗം തുറക്കുവാൻ ചൈന നിശബ്ദമായി സഹായഹസ്തം നീട്ടിയിരിക്കുന്നു. ഈ വഴി എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് ഇതിന്റെ പിന്നിലെ ഭൂമിശാസ്ത്രം, ഇൻഫ്രാസ്ട്രക്ചർ, സാമ്പത്തിക വാസ്തുവിദ്യ, തന്ത്രപരമായ യുക്തി എന്നിവ മനസ്സിലാക്കുമ്പോൾ വാഷിംഗ്ടനെ സംബന്ധിച്ചിടത്തോളം വളരെ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒന്ന് നിങ്ങൾ തിരിച്ചറിയുവാൻ തുടങ്ങും. ഇറാനെ സാമ്പത്തികമായി നിയന്ത്രിക്കുവാനുള്ള കഴിവ് അമേരിക്കയ്ക്ക് ഇനി ഉണ്ടായിരിക്കില്ല. ഇറാനെ സാമ്പത്തികമായി നിയന്ത്രിക്കുവാൻ അമേരിക്കയ്ക്ക് കഴിയാതെ വന്നാൽ മിഡിൽ ഈസ്റ്റിലെ മൊത്തം അധികാരത്തിന്റെ സന്തുലിതാവസ്ഥ മറിയും. ഇവിടെ ചൈന എന്താണ് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് മുൻപ് ഒന്നാമതായി ഉപരോധങ്ങൾ എന്തുകൊണ്ട് ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് വിശദീകരിക്കുവാൻ ഞാൻ തുടങ്ങുകയാണ്. കാരണം ഭൂരിഭാഗം ആളുകളും ഉപരോധങ്ങളെ തെറ്റായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഉപരോധങ്ങൾ ഒരു ശിക്ഷയാണ് എന്ന് ആൾക്കാർ കരുതുന്നു. അവ ശിക്ഷയല്ല. ഉപരോധങ്ങൾ സാമ്രാജ്യത്വ നിയന്ത്രണത്തിന്റെ ഒരു ആയുധമാണ്. അതാണ് അതിന്റെ യഥാർത്ഥ വശം.
അമേരിക്കൻ സാമ്രാജ്യം ലോകത്തെ പ്രധാനമായും നിയന്ത്രിക്കുന്നത് സൈനിക അധിനിവേശത്തിലൂടെയല്ല. അവർ ലോകത്തെ നിയന്ത്രിക്കുന്നത് വിവിധ സംവിധാനങ്ങളിൽ കൂടിയാണ്. എന്നുവെച്ചാൽ ഡോളർ സംവിധാനം, ബാങ്കിംഗ് സംവിധാനം, ഇൻഷുറൻസ് സംവിധാനം, ഷിപ്പിംഗ് സംവിധാനം, പേയ്മെന്റ് സെറ്റിൽമെന്റ് സംവിധാനം, ഊർജ്ജ സംവിധാനം, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ കൂടി. അതുകൊണ്ട് തന്നെ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ധമനികളെ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ്. അമേരിക്ക ആ ധമനികളെ നിയന്ത്രിക്കുന്നതിനാൽ തന്നെ അവർക്ക് ഏത് രാജ്യങ്ങളിലേക്കുമുള്ള ഓക്സിജൻ വിതരണം അവരാഗ്രഹിക്കുന്ന സമയത്ത് തന്നെ നിർത്തലാക്കുവാനും കഴിയും. എന്നുവെച്ചാൽ ഉപരോധങ്ങൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കൽ എന്നാണ് അതിന്റെ അർത്ഥം. ഈ തന്ത്രം ചെറിയ രാജ്യങ്ങൾക്കെതിരെ വളരെ നന്നായി പ്രവർത്തിക്കും. ഇത് ഇടത്തരം ശക്തികൾക്കെതിരെ പോലും പ്രവർത്തിക്കും. എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. ഉപരോധിക്കപ്പെട്ട രാജ്യത്തിന് പോകുവാൻ മറ്റൊരിടവും ഇല്ലാതിരുന്നാൽ മാത്രമേ ഉപരോധങ്ങൾ ഫലപ്രദമാവുകയുള്ളൂ. ഇറാനുമായി ബന്ധപ്പെട്ട് വാഷിംഗ്ടൺ ഇപ്പോൾ അഭിമുഖീകരിക്കുവാൻ തുടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നവും ഇത് തന്നെയാണ്. കാരണം ഇറാൻ ഇനി മുതൽ ഒറ്റപ്പെട്ട ഒരു രാഷ്ട്രമല്ല. ഇറാൻ ഇപ്പോൾ ചൈന, റഷ്യ, മധ്യേഷ്യ, ബ്രിക്സ് സാമ്പത്തിക സംവിധാനങ്ങൾ, യൂറോപ്യൻ ഗതാഗത ഇടനാഴികൾ, ബദൽ ഊർജ്ജ വിപണികൾ എന്നിവയുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. 1991 ശേഷം അമേരിക്ക കെട്ടിപ്പടുത്ത ലോകം ഏകധ്രുവമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉയർന്നുവരുന്ന ലോകം അങ്ങനെയുള്ളതല്ല. അതെല്ലാം മാറ്റിമറിച്ചിരിക്കുന്നു. ഇനി ചൈന യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തത് എന്നുള്ളത് ഞാൻ പറയാം. കാരണം ഇവിടെയാണ് ഈ കഥ തികച്ചും നിർണായകമായി മാറുന്നത്. ഈ ഭൂപടത്തിലേക്ക് നിങ്ങൾ നോക്കൂ. ഇറാൻ പ്രധാനമായും പേർഷ്യൻ ഉൾക്കടലിലൂടെയും ഹോർമൂസ് കടലിടുക്കിലൂടെയുമാണ് എണ്ണ കയറ്റുമതി ചെയ്യുന്നത്. ആ ഇടുങ്ങിയ ജലപാത ലോകത്തിലെ ഏറ്റവും ശക്തമായി നിരീക്ഷിക്കപ്പെടുന്ന തന്ത്രപ്രധാനമായ ചോക്ക് പോയിന്റുകളിൽ ഒന്നാണ്. അമേരിക്കൻ നാവിക ശക്തിയാണ് ഈ മേഖലയിൽ ആധിപത്യം പുലർത്തുന്നത്. അമേരിക്കൻ നിരീക്ഷണവും ഉപരോധ നിർവഹണവും ഈ സമുദ്ര വ്യവസ്ഥയെ കാലങ്ങളായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ആവശ്യമെങ്കിൽ ഇറാന്റെ കയറ്റുമതിയെ ഏത് നിമിഷവും സമ്മർദ്ദത്തിലാക്കുവാനോ നിരീക്ഷിക്കുവാനോ നിയന്ത്രിക്കുവാനോ അല്ലെങ്കിൽ ഭാഗികമായി തടസ്സപ്പെടുത്തുവാനോ കഴിയുമെന്ന് വാഷിംഗ്ടൺ വിശ്വസിച്ചു. ഇതായിരുന്നു പ്രധാനപ്പെട്ട അനുമാനം. എന്നാൽ ചൈന ഇതേ ഭൂപടത്തിലേക്ക് നോക്കിയിട്ട് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു നിഗമനത്തിലേക്കെത്തി, അല്ലെങ്കിൽ മറ്റൊരു ചിത്രം വരച്ചു. അവർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കി. സമുദ്രപാതകൾ അപകടത്തിലായാൽ കരമാർഗങ്ങൾ നിർമ്മിച്ചെടുക്കുക. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി ചൈന നിശബ്ദമായും ക്ഷമയോടും കൃത്യമായും ആ മാർഗം അവലംബിക്കുവാൻ തുടങ്ങി. റെയിൽ ഇടനാഴികൾ, ഡ്രൈ പോർട്ടുകൾ, ലോജിസ്റ്റിക് ഹബ്ബുകൾ, പൈപ്പ് ലൈൻ ശൃംഖലകൾ, അതിർത്തി കടന്നുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ, ഡോളർ ഇതര സെറ്റിൽമെന്റ് സംവിധാനങ്ങൾ, അതിലുപരിയായി അമേരിക്കൻ നാവിക മേധാവിത്വത്തെ പൂർണ്ണമായും മറികടക്കുന്ന ഗതാഗത ഇടനാഴികൾ. തന്ത്രപരമായ ഈ നീക്കത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധാപൂർവം ചിന്തിക്കണം. കാരണം ഇത് വെറും ഒരു വ്യാപാര ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല, ഇത് ഉപരോധങ്ങളെ പ്രതിരോധിക്കുന്ന വാസ്തുവിദ്യയാണ്. മധ്യേഷ്യയിലൂടെ കടന്നു പോകുന്ന പുതിയ ചൈന ഇറാൻ റെയിൽ ഇടനാഴികൾ തന്ത്രപരമായ സമവാക്യത്തെ അടിസ്ഥാനപരമായി മാറ്റുകയാണ്. കാരണം കസാക്കിസ്ഥാനിലെ റെയിൽവേകളെ അമേരിക്കയ്ക്ക് ഒരിക്കലും ഉപരോധിക്കുവാൻ കഴിയില്ല. യുറേഷ്യയ്ക്ക് മുകളിൽ അമേരിക്കയ്ക്ക് അവരുടെ 5ാം കപ്പൽ പടയെ പ്രതിഷ്ഠിക്കുവാനും കഴിയില്ല. ഇവിടെയാണ് ഉപരോധങ്ങളുടെ മൊത്തത്തിലുള്ള യുക്തി ദുർബലമാകുവാൻ തുടങ്ങുന്നത്. കപ്പലിൽ നിന്ന് കപ്പലിലേക്കുള്ള കൈമാറ്റങ്ങൾ, ഡോളർ ഇതര പേയ്മെന്റ് സംവിധാനങ്ങൾ എന്നിവയിലൂടെ കടുത്ത അമേരിക്കൻ ഉപരോധത്തിന്റെ സമ്മർദ്ദമുണ്ടായിട്ടും ഇറാന്റെ എണ്ണ ഇറക്കുമതി ചൈന തുടർന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ വലിയ ഒന്നാണ് സംഭവിക്കുന്നത്. ഇവിടെ വ്യാപാരം കരമാർഗം വളരെ നിശബ്ദമായും വ്യവസ്ഥാപിതമായും തന്ത്രപരമായും നീങ്ങുവാൻ തുടങ്ങിയിരിക്കുന്നു. കരമാർഗമുള്ള വ്യാപാരം കളിയുടെ നിയമങ്ങളെ മാറ്റി എഴുതുന്നു. കാരണം സമുദ്രത്തിലെ ചോക്ക് പോയിന്റുകളുടെ പ്രാധാന്യം കുറയുകയാണ്. ഇതുകൊണ്ടാണ് ചൈനീസ് പ്ലാനർമാർ റെസിഡൻസിയിൽ അഥവാ ഇതര സംവിധാനങ്ങൾ ഒരുക്കലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പാശ്ചാത്യ വിശകലന വിദഗ്ധർ പലപ്പോഴും ചൈനീസ് തന്ത്രങ്ങളെ തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിരുന്നത്. കാരണം ചൈന അമേരിക്കയെ പോലെ ചിന്തിക്കുന്നുവെന്നാണ് അവർ കരുതുന്നത്. എന്നാൽ ചൈന അങ്ങനെയല്ല ചിന്തിച്ചിരുന്നത്. അമേരിക്ക ചിന്തിക്കുന്നത് ആധിപത്യത്തെക്കുറിച്ചാണ്, പക്ഷെ ചൈന ചിന്തിക്കുന്നത് പ്രതിരോധ ശേഷിയെക്കുറിച്ചാണ്. അമേരിക്ക സിസ്റ്റത്തെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്നു, ചൈന സിസ്റ്റത്തെ തകർക്കുവാൻ കഴിയാത്ത വിധം ശക്തിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. അവ തികച്ചും വ്യത്യസ്തങ്ങളായ തത്വശാസ്ത്രങ്ങളാണ്. അതുകൊണ്ടാണ് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് തന്ത്രം അമേരിക്കൻ ശക്തിക്ക് ഇത്രയധികം അപകടകരമായി മാറുന്നത്. കാരണം ബെൽറ്റ് ആൻഡ് റോഡ് യഥാർത്ഥത്തിൽ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചല്ല, അത് അമേരിക്കൻ സ്വാധീനത്തെ മറികടക്കുന്നതിനെ കുറിച്ചുള്ളതാണ്. അതാണ് അതിന്റെ യഥാർത്ഥ ലക്ഷ്യം. അങ്ങനെയുള്ളപ്പോൾ പല മേഖലകളിലായി ഉണ്ടാക്കിയെടുത്ത ഈ റോഡുകളുടെ കഷ്ണങ്ങളെല്ലാം പരസ്പരം എങ്ങനെ ബന്ധിപ്പിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കിയേ മതിയാവൂ. കാരണം അവ ബന്ധിക്കപ്പെട്ടു കഴിഞ്ഞാൽ ചിത്രം വളരെ വ്യക്തമാകും. നിങ്ങളിപ്പോൾ പെന്റഗന്റെ ഉള്ളിൽ ഇരിക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. നിങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്ക് അവിടെ ഇരുന്നു കൊണ്ട് നോക്കുകയാണ്. അപ്പോൾ ചെങ്കടലിൽ അസ്ഥിരതയുണ്ട്, ഹോർമൂസിൽ അസ്ഥിരതയുണ്ട്. ഇറാന്റെ സ്വാധീനം അവിടെ വർദ്ധിക്കുകയാണ്. അടുത്തത് വളരുന്ന ബ്രിക്സ് ഏകോപനം. ഇത് പെട്രോ ഡോളറിനെ ആശ്രയിക്കുന്ന ഘടകം അതിനെ ദുർബലമാക്കുകയാണ്. ചൈനീസ് ഡോളർ ഇതര ഊർജ്ജ സെറ്റിൽമെന്റുകൾ ഇപ്പോൾ ബദൽ യുറേഷ്യൻ വ്യാപാര ഇടനാഴികൾ അതിവേഗം വികസിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് അമേരിക്ക ഒരു കാര്യം തിരിച്ചറിയുകയാണ്.
ഉപരോധങ്ങൾ കടുപ്പിച്ചാലും ഇറാൻ ഒരുപക്ഷെ അതിജീവിച്ചേക്കാം. ആ തിരിച്ചറിവാണ് അവരെ ഭയപ്പെടുത്തുന്നത്. കാരണം അമേരിക്കയുടെ ഉപരോധ തന്ത്രം അതിന്റെ അനിവാര്യതയെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അമേരിക്കൻ തന്ത്രങ്ങൾക്കെതിരെ പ്രതിരോധം തീർത്തുകൊണ്ട് നിലനിൽക്കുവാൻ ശ്രമിക്കുന്ന കാര്യം വ്യർത്ഥമാണ് എന്നുള്ളത് ഇറാൻ ഉൾപ്പെടെയുള്ള പ്രതിരോധ രാജ്യങ്ങൾ വിശ്വസിക്കണം. ഇതാണ് അമേരിക്ക ശക്തി പ്രകടനത്തിലൂടെ അവർക്ക് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശം. പക്ഷെ ഇപ്പോൾ ആ പ്രതിരോധം വ്യർത്ഥമല്ല എന്ന് തെളിയിക്കപ്പെടുകയാണ്. പ്രതിരോധം വ്യർത്ഥമല്ലാതെയാകുമ്പോൾ എന്ത് സംഭവിക്കും? ഉപരോധിക്കപ്പെട്ട രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക അടിത്തറയായി ചൈന മാറും. അങ്ങനെ ചൈന ഈ രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക അടിത്തറയായി മാറിയാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക? ഉപരോധത്തിന്റെ സമ്മർദ്ദം താങ്ങുവാൻ തക്കവണ്ണം യുറേഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ശക്തമാകും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? മൊത്തം വ്യാപാര ശൃംഖലകളും ഡോളർ സംവിധാനത്തിന് വെളിയിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങും. അങ്ങനെ ഡോളർ സംവിധാനത്തിന് വെളിയിലേക്ക് വ്യാപാര ശൃംഖലകൾ പോയാൽ എന്ത് സംഭവിക്കും? അതാണ് ഇപ്പോൾ വാഷിംഗ്ടന്റെ യഥാർത്ഥ ഭയം, അല്ലെങ്കിൽ അമേരിക്കയുടെ ഭയം. ഇറാൻ തനിച്ചല്ല, ചൈനയും തനിച്ചല്ല. അമേരിക്കയുടെ ഭയം അവരുടെ കൂട്ടുകെട്ടാണ്. കാരണം അവർ ഒരുമിച്ച് നിന്ന് ഒരു ഉഭയകക്ഷി പങ്കാളിത്തത്തെക്കാൾ വലിയ എന്തിനേക്കെയോ പ്രതിനിധീകരിക്കുവാൻ പോകുന്നു. അതെ, അവരൊരു സമാന്തര ആഗോള സംവിധാനത്തിന്റെ സാധ്യമായ തുടക്കത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഒരു സമാന്തര സംവിധാനം ഉയർന്നു വന്നാൽ അമേരിക്കയുടെ നിയന്ത്രണ ശക്തി എല്ലായിടത്തും ഒരേ സമയത്ത് ദുർബലപ്പെടുത്തുവാൻ കഴിയും. അതാണ് യഥാർത്ഥ തന്ത്രപരമായ ദുസ്വപ്നം. ഇനി നമുക്ക് റെയിൽ ഇടനാഴിയെക്കുറിച്ച് പറയാം. കാരണം ഈ ഭാഗം തികച്ചും നിർണായകമാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ എന്നിവയിലൂടെ പടിഞ്ഞാറൻ ചൈനയെ ഇറാനുമായി ബന്ധിപ്പിക്കുന്ന ചരക്ക് റൂട്ടുകൾ നാടകീയമായി വികസിച്ചു. ഉപരിപ്ലവമായി നോക്കുമ്പോൾ അത് വിരസമായി തോന്നാം. കണ്ടെയ്നറുകൾ, റെയിൽവേകൾ, ഡ്രൈ പോർട്ടുകൾ, വ്യാപാര കരാറുകൾ. എന്നാൽ തന്ത്രപരമായി ഇത് യുറേഷ്യയിലെ ഏറ്റവും വിപ്ലവാത്മകമായ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളിൽ ഒന്നായിരിക്കും. കാരണം റെയിൽവേ സമയത്തെ മാറ്റിമറിക്കുന്നു. എന്നുവെച്ചാൽ കടലിൽ കൂടിയുള്ള വ്യാപാരം അത് മന്ദഗതിയിലുള്ളതാണ്, ദുർബലമാണ്, പ്രവചിക്കാവുന്നതാണ്. സമുദ്ര ഇൻഷുറൻസിനെയും നാവിക സുരക്ഷയെയും ആശ്രയിച്ചാണ് അത് മുൻപോട്ട് പോകുന്നത്. റെയിൽ വ്യാപാരം വ്യത്യസ്തമാണ്, അത് വേഗതയേറിയതാണ്, തടസ്സപ്പെടുത്തുവാൻ പ്രയാസമാണ്, നിരീക്ഷിക്കുവാനും ബുദ്ധിമുട്ടാണ്. ഏറ്റവും പ്രധാനമായി അമേരിക്കയ്ക്ക് ഇതിനെ നിയന്ത്രിക്കുവാൻ വളരെയധികം പാടുപെടേണ്ടി വരും. ഇതിന്റെ അർത്ഥം ഇറാൻ ഒരൊറ്റ രാത്രി കൊണ്ട് ഉപരോധങ്ങളിൽ നിന്നും പൂർണ്ണമായി മുക്തമാകും എന്നാണോ? ഒരിക്കലുമല്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അമേരിക്കയ്ക്ക് ഇപ്പോഴും വലിയ ശക്തിയുണ്ട്. ഡോളർ ഇപ്പോഴും പ്രബലമാണ്. പാശ്ചാത്യ സാമ്പത്തിക സ്ഥാപനങ്ങൾ ഇപ്പോഴും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇൻഷുറൻസ് വിപണികൾ ഇപ്പോഴും അതിപ്രാധാന്യം അർഹിക്കുന്നുണ്ട്. സാങ്കേതിക നിയന്ത്രണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട്. എന്നാൽ ഇതിന്റെ പോക്കാണ് പ്രധാനം. ആ പോക്ക് വളരെ വ്യക്തമാണ്. ഇറാനെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് ക്രമേണ പ്രയാസകരമായി മാറിയിരിക്കുന്നു. അതിന് കാരണം ചൈനയാണ്. ഇപ്പോൾ സംഭവിക്കുന്ന ഘടനാപരമായ മാറ്റം അതാണ്. തലക്കെട്ടുകളോ പ്രചാരണങ്ങളോ അല്ല, ഇൻഫ്രാസ്ട്രക്ചർ, യഥാർത്ഥ ഇൻഫ്രാസ്ട്രക്ചർ. ചരിത്രം നാം പഠിച്ചാൽ കാണുവാൻ കഴിയുന്നത് ചരിത്രത്തിലുടനീളം പ്രസംഗങ്ങളെക്കാൾ കൂടുതൽ അധികാരം നിർണയിച്ചിട്ടുള്ളത് ഇൻഫ്രാസ്ട്രക്ചറുകളാണ്. റോമൻ സാമ്രാജ്യം എന്നാൽ റോഡുകളായിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യം കടൽ പാതകളായിരുന്നു. അമേരിക്കൻ സാമ്രാജ്യം ഡോളർ സംവിധാനവും നാവിക മേധാവിത്വവുമായിരുന്നു. ഇപ്പോൾ ചൈന യുറേഷ്യയിലുടനീളം റെയിൽവേകൾ നിർമ്മിക്കുകയാണ്. ചരിത്രം ഭൂപടത്തിലൂടെ ഭൗതികമായി നീങ്ങുന്നു. സാമ്രാജ്യങ്ങൾ എന്നാൽ ലോജിസ്റ്റിക് സംവിധാനങ്ങളാണ്. ഭൂരിഭാഗം ആൾക്കാരും തിരിച്ചറിയുന്നതിനേക്കാൾ വേഗത്തിൽ ചൈന ഒരു ബദൽ ലോജിസ്റ്റിക് സംവിധാനം നിർമ്മിച്ചെടുക്കുകയാണ്. ഇവിടെയാണ് സ്ഥിതിഗതികൾ അമേരിക്കയ്ക്ക് കൂടുതൽ അപകടകരമാക്കി മാറ്റുന്നത്. കാരണം ഉപരോധങ്ങൾ ശത്രുക്കളെ ദുർബലപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത്, ഉപരോധങ്ങൾ അതിജീവനത്തിനായുള്ള പൊരുത്തപ്പെടലുകളെയും സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. സാമ്രാജ്യത്വത്തിന്റെ വലിയ ചരിത്രപരമായ വൈരുദ്ധ്യങ്ങളിൽ ഒന്നാണിത്. അമേരിക്ക, ഇറാൻ, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളെ എത്രത്തോളം ഞെരുക്കുന്നുവോ അത്രത്തോളം ഈ രാജ്യങ്ങൾക്ക് അമേരിക്കൻ നിയന്ത്രണത്തിന് പുറത്ത് സംവിധാനങ്ങൾ നിർമ്മിക്കുവാനുള്ള പ്രേരണകൾ വർദ്ധിക്കും. ഒടുവിൽ ആവശ്യത്തിന് ബദൽ സംവിധാനങ്ങൾ ഉയർന്നു വന്നാൽ ഉപരോധങ്ങളെ ഭയപ്പെടുന്നത് ഇല്ലാതെയാകും. അതാണ് ഏറ്റവും വലിയ അപകടം. അമേരിക്ക ഇത് തിരിച്ചറിയുവാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അമേരിക്കൻ ഉദ്യോഗസ്ഥരിൽ നിന്നും ഇപ്പോൾ വരുന്ന ഭാഷ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഇറാന്റെ എണ്ണ കയറ്റുമതി മാത്രമല്ല ഇപ്പോഴത്തെ ആശങ്ക. ചൈനീസ് സൗകര്യ ശൃംഖലകൾ, ചൈനീസ് റിഫൈനറികൾ, ചൈനീസ് ബാങ്കുകൾ, ചൈനീസ് ലോജിസ്റ്റിക് ശൃംഖലകൾ, ചൈനീസ് പേയ്മെന്റ് സംവിധാനങ്ങൾ, ചൈനീസ് ഇൻഷുറൻസ് കമ്പനികൾ, ചൈനീസ് ഷിപ്പിംഗ് ഇടനിലക്കാർ എന്നിവരെല്ലാം ആശങ്കയുണ്ടാക്കുകയാണ്. എന്തുകൊണ്ട്? കാരണം ഉപരോധിക്കപ്പെട്ട സമ്പദ് വ്യവസ്ഥകളെ സജീവമായി നിലനിർത്തുന്ന പാലമായി ചൈന മാറുകയാണ്. ആ പാലം ശക്തമായി കഴിഞ്ഞാൽ ഉപരോധ വ്യവസ്ഥ തന്നെ തകരുവാൻ തുടങ്ങും. ഇതൊക്കെയാണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്. എല്ലാം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു നിർണായകമായ ഉൾക്കാഴ്ചയോടുകൂടി ഞാൻ ഈ ആദ്യ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അടുത്തത്, അമേരിക്കയും ചൈനയും തമ്മിലുള്ള യഥാർത്ഥ പോരാട്ടം ഒരു സൈനിക പോരാട്ടമല്ല. ഇതുവരെയും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല.
പക്ഷേ ഇപ്പോൾ ചില സംവിധാനങ്ങളുടെ പോരാട്ടങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വ്യാപാര റൂട്ടുകൾ, കറൻസി സംവിധാനങ്ങൾ, ഊർജ പ്രവാഹങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ, ലോജിസ്റ്റിക്സ്, സാമ്പത്തിക ആശ്രയത്വം ഇവയെക്കുറിച്ചുള്ള പോരാട്ടം. ഈ സിസ്റ്റത്തെ ആര് നിയന്ത്രിക്കുന്നുവോ അവരാണ് ലോകത്തിന്റെ ഭാവി നിയന്ത്രിക്കുവാൻ പോകുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം അമേരിക്ക ഇത് മനസ്സിലാക്കിയിരുന്നു. ചൈന ഇപ്പോഴിത് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ആഗോളതലത്തിലുള്ള ഈ പോരാട്ടത്തിൽ ഇറാൻ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷണശാലയായി മാറിയിരിക്കുന്നു. കാരണം പരമാവധി അമേരിക്കൻ ഉപരോധ സമ്മർദ്ദത്തെ അതിജീവിക്കുവാൻ ഇറാന് ചൈനയുടെ സഹായത്തോടെ കഴിഞ്ഞാൽ ലോകമെമ്പാടും അത് വീക്ഷിക്കുന്ന എല്ലാ രാജ്യങ്ങളും ആ പാഠം പഠിക്കും. അമേരിക്കയുടെ സാമ്പത്തിക ഒറ്റപ്പെടുത്തൽ എന്നത് ഇനി അലംഘനീയമല്ല എന്നുള്ളത് ലോകരാഷ്ട്രങ്ങൾ തിരിച്ചറിയും. ലോകം അത് വിശ്വസിക്കുവാൻ തുടങ്ങിയാൽ ഉപരോധ ശക്തിയുടെ മനഃശാസ്ത്രപരമായ അടിത്തറ തന്നെ ദുർബലപ്പെട്ടു തുടങ്ങും. അതുകൊണ്ടാണ് ഈ കഥ ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നത്. ഒരു റെയിൽവേയോ ഒരു എണ്ണ കയറ്റുമതിയോ കൊണ്ടല്ല, മറിച്ച് അമേരിക്കൻ ആഗോള മേധാവിത്വത്തിന്റെ സാമ്പത്തിക വാസ്തുവിദ്യയിൽ ആദ്യത്തെ യഥാർത്ഥ വിള്ളലുകൾ വീഴുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കും എത്തിച്ചേരുന്നു. അമേരിക്കയ്ക്ക് എന്തിനാണ് ഈ പരിഭ്രാന്തി? അമേരിക്കൻ ഉദ്യോഗസ്ഥർ പെട്ടെന്ന് സാമ്പത്തിക അസ്ഥിരതയെക്കുറിച്ചും ആഗോള നിർവഹണ സംവിധാനങ്ങളെക്കുറിച്ചും ആത്മവിശ്വാസത്തിന് പകരം നിരാശ നിഴലിക്കുന്ന ഭാഷയിൽ എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്? കാരണം ചൈനയും ഇറാനും ചേർന്ന് നിർമ്മിക്കുന്നത് വെറുമൊരു വ്യാപാര ഇടനാഴിയല്ല, അതൊരു ഗതാഗത പദ്ധതി മാത്രമല്ല, ഇത് വെറുമൊരു ബദൽ ഉപരോധ റൂട്ട് പോലുമല്ല. അതിനേക്കാളൊക്കെ അപകടകരമായ മറ്റൊന്നാണ്. അമേരിക്കൻ നിയന്ത്രണത്തിന് പുറത്തു പ്രവർത്തിക്കുന്ന ഒരു സമാന്തര ആഗോള സാമ്പത്തിക സംവിധാനത്തിന്റെ തുടക്കമാണിത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നതെല്ലാം പെട്ടെന്ന് അർത്ഥവത്തായി മാറും. കാരണം ഒരു നിബന്ധനയിൽ മാത്രമേ ഉപരോധങ്ങൾ പ്രവർത്തിക്കൂ. എന്നുവെച്ചാൽ ലക്ഷ്യം വെക്കുന്ന രാജ്യത്തിന് മറ്റൊരിടവും പോകുവാൻ ഉണ്ടാകരുത്. ഇതാണ് അമേരിക്കൻ സാമ്പത്തിക ശക്തിയുടെ മുഴുവൻ അടിത്തറയും. വിമാനവാഹിനി കപ്പലുകൾ ഉള്ളതുകൊണ്ടാണ് അമേരിക്ക ലോകത്തെ നിയന്ത്രിക്കുന്നതെന്ന് ആളുകൾ കരുതുന്നുണ്ട്. അങ്ങനെയല്ല. വിമാനവാഹിനി കപ്പലുകൾ ദൃശ്യമായ ഒരു തലം മാത്രമാണ്. യഥാർത്ഥ സാമ്രാജ്യം സാമ്പത്തികമാണ്, അദൃശ്യമാണ്, ഡിജിറ്റലാണ്. അമേരിക്കയാണ് ലോകത്തിന്റെ പേയ്മെന്റ് സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്നത്. ബാങ്കിംഗ് പ്രവേശനത്തെ അവർ നിയന്ത്രിക്കുന്നു. ഡോളർ ലിക്വിഡിറ്റിയെ നിയന്ത്രിക്കുന്നു. ഇൻഷുറൻസ് സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്നു. ഷിപ്പിംഗ് എൻഫോഴ്സ്മെന്റിനെ നിയന്ത്രിക്കുന്നു. ആഗോള വ്യാപാരത്തിൽ ആർക്കൊക്കെ പങ്കെടുക്കാം, ആർക്കൊക്കെ പങ്കെടുക്കുവാൻ കഴിയില്ല എന്ന് തീരുമാനിക്കുന്ന സ്ഥാപനങ്ങളെ പോലും അമേരിക്കയാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് ഉപരോധങ്ങൾ അമേരിക്കയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആയുധമായി മാറിയത്. കാരണം ഉപരോധങ്ങൾക്ക് ചിലവ് കുറവാണ്. അതിന് ദശലക്ഷക്കണക്കിന് സൈനികരെ ആവശ്യമില്ല, അധിനിവേശങ്ങളും ആവശ്യമില്ല. അവർ ഒരു രാജ്യത്തെ ആഗോള സംവിധാനത്തിൽ നിന്ന് വിച്ഛേദിക്കുന്നു. ഒടുവിൽ ആ സമ്മർദ്ദം അവരെ ശ്വാസം മുട്ടിക്കുന്നു. അതായിരുന്നു അവരുടെ സിദ്ധാന്തം. എന്നാൽ ഉപരോധ യുദ്ധത്തിൽ മാരകമായ ഒരു ബലഹീനതയുണ്ട്. വൻ ശക്തികൾ ബദൽ സംവിധാനം നിർമ്മിക്കുവാൻ തുടങ്ങുന്ന നിമിഷം ഈ വാസ്തുവിദ്യ മുഴുവനും തകരുവാൻ തുടങ്ങും. ഇപ്പോൾ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം 2022 ശേഷം റഷ്യക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ചൈന നിരീക്ഷിച്ചു. അമേരിക്ക റഷ്യയുടെ കരുതൽ ശേഖരം മരവിപ്പിക്കുന്നത് അവർ കണ്ടു. സ്വിഫ്റ്റ് നിയന്ത്രണങ്ങൾ കണ്ടു. പല വഴിയിൽ കൂടിയുള്ള ഉപരോധങ്ങൾ കണ്ടു. വാഷിംഗ്ടൺ ഡോളർ സംവിധാനത്തെ പരസ്യമായി ആയുധമാക്കുന്നത് അവർ കണ്ടു. ചൈന ഉടനടി ഒരു കാര്യം മനസ്സിലാക്കി. അമേരിക്കയ്ക്ക് ഇന്ന് റഷ്യയോട് ഇത് ചെയ്യുവാൻ കഴിയുമെങ്കിൽ നാളെ ചൈനയോടും ഇത് ചെയ്യുവാൻ കഴിയും. ആ തിരിച്ചറിവ് എല്ലാം മാറ്റിമറിച്ചു. ആ നിമിഷം മുതൽ ഉപരോധങ്ങളെ കേവലം ഒറ്റപ്പെട്ട ഭൗമരാഷ്ട്രീയ ഉപകരണങ്ങളായി കാണുന്നത് ചൈന അവസാനിപ്പിച്ചു. ചൈനയുടെ സ്വന്തം ഭാവിക്കെതിരെയുള്ള നിലനിൽപ്പിന്റെ ഭീഷണിയായി അവരതിനെ കാണുവാൻ തുടങ്ങി. ചൈന ആ നിഗമനത്തിൽ എത്തിയതോടെ തന്ത്രപരമായ സമവാക്യങ്ങൾ മാറി. കാരണം ചരിത്രത്തിൽ ഉപരോധിക്കപ്പെട്ട ഒരു രാജ്യത്തിനും ഇന്നേ വരെ ഇല്ലാത്ത ഒരു ശേഷി ചൈനയ്ക്കുണ്ട്. വ്യാവസായിക അളവ്, ഭീമാകാരമായ വ്യാവസായിക അളവ്. അമേരിക്ക, ജർമ്മനി, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ബ്രിട്ടൻ, ഇന്ത്യ എന്നിവയെല്ലാം ചേർത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചൈന ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം, അതിനെക്കുറിച്ച് പഠിക്കണം. ഫാക്ടറികൾ, തുറമുഖങ്ങൾ, റെയിൽ സംവിധാനങ്ങൾ, സ്റ്റീൽ, ഇലക്ട്രോണിക്സ്, വാഹനങ്ങൾ, ഊർജ ഇൻഫ്രാസ്ട്രക്ചർ, എർത്ത് പ്രോസസ്സിംഗ്, കപ്പൽ നിർമ്മാണം, മെഷീൻ ടൂളുകൾ എന്നിവയെല്ലാം മുകളിൽ പറഞ്ഞ രാജ്യങ്ങൾ ഒന്നിച്ചുൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ചൈന ഒറ്റയ്ക്കുൽപ്പാദിപ്പിക്കുവാൻ തുടങ്ങി. ചൈന ആഗോളവൽക്കരണത്തിൽ പങ്കാളിയാവുക മാത്രമല്ല ചെയ്തത്, ചൈന ആഗോളവൽക്കരണത്തിന്റെ ഫാക്ടറിയായി മാറി. അതുകൊണ്ട് തന്നെ അമേരിക്കൻ മേൽനോട്ടത്തിന് പുറത്ത് ചൈന സമാന്തര സാമ്പത്തിക ഇടനാഴികൾ നിർമ്മിക്കുവാൻ തുടങ്ങുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ ഊഹിക്കുന്നതിനേക്കാൾ വലുതാണ്. ഇനി എന്താണ് ചൈന ഒളിപ്പിച്ചു വെച്ചിരുന്ന രക്ഷാമാർഗം എന്നുള്ളത് ഞാൻ പറയാം. കാരണം ഭൂരിഭാഗം ആളുകളും സങ്കല്പിക്കുന്നത് ഒരൊറ്റ റോഡ്, ഒരൊറ്റ തുരങ്കം, ഒരൊറ്റ പൈപ്പ് ലൈൻ എന്നുള്ളതാണ്. അങ്ങനെയല്ല. ആധുനിക തന്ത്രപ്രധാന ഇൻഫ്രാസ്ട്രക്ചറുകൾ അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. ഈ രക്ഷാമാർഗം പല തട്ടുകളായിട്ടുള്ളതാണ്. സാമ്പത്തികമായി, ഡിജിറ്റലായി, ഭൗതികമായി പല തട്ടുകളായിട്ട് ഇതിനെ വേർതിരിച്ചു. ഇതൊരു സമ്പൂർണ്ണ പരിസ്ഥിതി വ്യവസ്ഥയാണ്. ഇതിലെ ഓരോ തട്ടും അമേരിക്കയുടെ സ്വാധീനത്തെ ദുർബലപ്പെടുത്തുന്നതാണ്.
ഒന്നാമത്തെ തട്ട് ഭൗതിക ലോജിസ്റ്റിക്സ്. ബെൽറ്റ് ആൻഡ് റോഡ് ശൃംഖലയിലേക്ക് ഇറാനെ ഉൾപ്പെടുത്തുവാൻ ചൈന വർഷങ്ങളോളം നിശബ്ദമായി പ്രവർത്തിച്ചു. മധ്യേഷ്യയിലൂടെയുള്ള റെയിൽ ലിങ്കുകൾ, പടിഞ്ഞാറൻ ചൈനയിലൂടെയുള്ള റോഡ് സംവിധാനങ്ങൾ, ഊർജ പൈപ്പ് ലൈനുകൾ, തുറമുഖ പ്രവേശനം, വ്യാവസായിക മേഖലകൾ, ഡ്രൈ പോർട്ടുകൾ, കണ്ടെയ്നർ ടെർമിനലുകൾ. ഇതിനൊക്കെ ആരംഭമിടുമ്പോൾ മിക്ക പാശ്ചാത്യ വിശകലന വിദഗ്ധരും ഈ പ്രോജക്റ്റുകളെ ഒരു സാധാരണ ഇൻഫ്രാസ്ട്രക്ചർ ഡിപ്ലോമസിയായി മാത്രം കണ്ടു തള്ളിക്കളഞ്ഞു. അതായിരുന്നു അവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഇൻഫ്രാസ്ട്രക്ചർ എപ്പോഴും തന്ത്രം തന്നെയാണ്. റോമാക്കാർ ഇത് മനസ്സിലാക്കിയിരുന്നു, ബ്രിട്ടീഷുകാർ ഇത് മനസ്സിലാക്കിയിരുന്നു, അമേരിക്കക്കാരും ഇത് മനസ്സിലാക്കിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഒടുവിലായി ചൈനയും ഇത് മനസ്സിലാക്കിയിരിക്കുന്നു. ഇൻഫ്രാസ്ട്രക്ചറിനെ ആര് നിയന്ത്രിക്കുന്നുവോ അവർ വ്യാപാരത്തിന്റെ ദിശയെ നിയന്ത്രിക്കും. വ്യാപാരത്തെ ആര് നിയന്ത്രിക്കുന്നുവോ അവർ ഒടുവിൽ രാഷ്ട്രീയ അധികാരത്തെ രൂപപ്പെടുത്തിയെടുക്കും. ഇപ്പോൾ നിങ്ങൾ ഭൂപടത്തിലേക്ക് ശ്രദ്ധാപൂർവം നോക്കുക. ഇറാൻ ഏഷ്യയുടെ കവലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കിഴക്ക് പാകിസ്ഥാനും ചൈനയും, വടക്ക് മധ്യേഷ്യയും റഷ്യയും, പടിഞ്ഞാറ് തുർക്കിയും യൂറോപ്പും, തെക്ക് പേർഷ്യൻ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും. ഇറാൻ ഭൂമിശാസ്ത്രപരമായി ഒറ്റപ്പെട്ടതല്ല, അത് സാമ്പത്തികമായാണ് ഒറ്റപ്പെട്ടിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യത്യാസം. ചൈന ഇപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചിരിക്കുകയാണ്. കാരണം മധ്യേഷ്യയിലൂടെ പടിഞ്ഞാറൻ ചൈനയിലേക്ക് റെയിൽ കാർഗോ നീങ്ങുവാൻ കഴിയുമ്പോൾ, ഡോളർ അല്ലാതെ പേയ്മെന്റുകൾ നടത്തുമ്പോൾ, ഇൻഷുറൻസ് ചൈനീസ് സ്ഥാപനങ്ങൾക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയുമ്പോൾ, ഊർജ്ജ ഇടപാടുകൾ ഡോളറിന് പകരം യുവാനിൽ നടക്കുമ്പോൾ അമേരിക്കയുടെ ഉപരോധങ്ങളുടെ പല്ല് കൊഴിഞ്ഞു വീഴുകയാണ്. ഇവിടെ പൂർണ്ണമായിട്ടല്ല എങ്കിലും അതിജീവിക്കാൻ ആവശ്യമായതത്രയും, പൊരുത്തപ്പെടുവാനും പ്രതിരോധിക്കുവാനും ആവശ്യമായതത്രയും ഇറാന് തൽക്കാലം ലഭിക്കും. അത് മതി അവർക്ക്. അതിജീവനം അതുമാത്രം മതി അവർക്ക്. അമേരിക്കൻ നയരൂപകർത്താക്കൾ ഭയപ്പെടുന്നത് ഇതാണ്. ഇറാൻ പെട്ടെന്ന് ധനികരാകുന്നതോ ഒറ്റ രാത്രി കൊണ്ട് ശക്തരാകുന്നതോ അല്ല അവരെ ഭയപ്പെടുത്തുന്നത്. മറിച്ച് ഇറാനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുവാൻ ഇനി അമേരിക്കയ്ക്ക് കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഇറാൻ ദീർഘകാലം ഉപരോധങ്ങളെ അതിജീവിച്ചാൽ മറ്റ് രാജ്യങ്ങൾ ആ മാതൃകയിൽ നിന്നും പഠിക്കുവാൻ തുടങ്ങും. അപ്പോഴാണ് യഥാർത്ഥ അപകടം ആരംഭിക്കുന്നത്. കാരണം ഉപരോധങ്ങൾ പ്രവർത്തിക്കുന്നത് ഭയത്തിലൂടെയാണ്. ഭയമാണ് അതിൻ്റെ സംവിധാനം. ഡോളർ സിസ്റ്റത്തിൽ നിന്നുള്ള പുറത്താകൽ ഭയന്നാണ് രാജ്യങ്ങൾ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങുന്നത്. എന്നാൽ രണ്ടാമതൊരു സിസ്റ്റം ഉയർന്നു വരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? മറ്റൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് രാജ്യങ്ങൾ തിരിച്ചറിയുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? തീർച്ചയായും നമുക്കത് ഊഹിക്കുവാൻ കഴിയും. ഒരുപക്ഷെ ഇപ്പോൾ അത് അത്ര ശക്തമായിരിക്കില്ല, അത്ര കാര്യക്ഷമവുമായിരിക്കില്ല. എങ്കിലും പ്രവർത്തിക്കുവാൻ പാകത്തിനുള്ളതാക്കി ചൈന വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് അമേരിക്കയുടെ ദുസ്വപ്നം. സൈനിക പരാജയങ്ങളല്ല, സിസ്റ്റങ്ങൾ തമ്മിലുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ഇത് കുറച്ച് ദൈർഘ്യമുള്ള വീഡിയോയാണ്, എങ്കിലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാതിരിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഇതിൻ്റെ ആഴത്തിലേക്ക് കുറച്ചുകൂടി പോകാം. കാരണം പരസ്യമായി ആരും ചർച്ച ചെയ്യാത്ത മറ്റൊരു തലം കൂടി ഇവിടെയുണ്ട്. ഊർജം എപ്പോഴും ഊർജത്തിലേക്ക് തന്നെ തിരികെ എത്തുന്നു. ആധുനിക സിവിലൈസേഷൻ പ്രവർത്തിക്കുന്നത് ഊർജ പ്രവാഹങ്ങളിലാണ്. ഫാക്ടറികൾ, ഷിപ്പിംഗ്, ഭക്ഷ്യോൽപാദനം, സൈനിക ലോജിസ്റ്റിക്സ്, ഡാറ്റാ സെന്ററുകൾ, AI സംവിധാനങ്ങൾ, സാമ്പത്തിക ഇൻഫ്രാസ്ട്രക്ചർ, ഗതാഗതം, ഇവയെല്ലാം ഈ മേഖലകളിലെല്ലാം ചൈന ഇപ്പോൾ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ്. മാത്രവുമല്ല, ഭൂമിയിലെ ഏറ്റവും വലിയ ഊർജ ശേഖരങ്ങളിൽ ഒന്ന് ഇറാന്റെ പക്കലാണുള്ളത്. എണ്ണ, പ്രകൃതിവാതകം, പെട്രോ കെമിക്കലുകൾ. പതിറ്റാണ്ടുകളായ അമേരിക്കയുടെ തന്ത്രം വളരെ ലളിതമായിരുന്നു. ഇറാനെ ആഗോള വിപണിയിൽ നിന്നും അകറ്റി നിർത്തുക, പൂർണ്ണമായും നിക്ഷേപങ്ങൾ തടയുക, അവരുടെ ഊർജ വിപുലീകരണങ്ങൾ തടയുക, പൈപ്പ് ലൈൻ വികസനം തടയുക. ഇതൊക്കെയായിരുന്നു അത്. എന്നാൽ ചൈന ഇറാനെ മറ്റൊരു രീതിയിലാണ് നോക്കിക്കണ്ടത്. ചൈന കണ്ടത് ഉറപ്പുള്ള ദീർഘകാല ഊർജ സുരക്ഷയാണ്. വില കുറഞ്ഞ ഊർജം, വിശ്വസനീയമായ ഊർജം, സംരക്ഷിത ഊർജം. ചൈനയ്ക്കിപ്പോൾ അമേരിക്കയ്ക്ക് ഇല്ലാത്ത ഒന്നുണ്ട്: ദീർഘകാലത്തെ ആസൂത്രണം. ഇത് വളരെ നിർണായകമായ കാര്യമാണ്. അമേരിക്ക ഇപ്പോഴും ചിന്തിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലയളവുകളെക്കുറിച്ചാണ്. പക്ഷെ ചൈന ചിന്തിക്കുന്നത് ദശകങ്ങളെക്കുറിച്ചാണ്. അമേരിക്കൻ കോർപ്പറേഷനുകൾ ത്രൈമാസ വരുമാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചൈനീസ് സ്റ്റേറ്റ് പ്ലാനർമാർ ചിന്തിക്കുന്നത് 20 വർഷത്തെ ഇൻഫ്രാസ്ട്രക്ചർ ടൈം ലൈനുകളെക്കുറിച്ചാണ്. ഈ വ്യത്യാസം വളരെ വലുതാണ്. കാരണം നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് ഒറ്റ രാത്രി കൊണ്ടുണ്ടായ കാര്യങ്ങൾക്കല്ല. ഇത് നിശബ്ദമായി, ക്ഷമയോടെ, തന്ത്രപരമായി തയ്യാറാക്കിയതാണ്. പാശ്ചാത്യ മാധ്യമങ്ങൾ വാർത്തകളിലും തിരഞ്ഞെടുപ്പ് നാടകങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ചൈന ഇടനാഴികൾ നിർമ്മിക്കുകയായിരുന്നു. ചൈന ഊർജ കരാറുകളിൽ ഒപ്പിടുകയായിരുന്നു. ചൈന ബാങ്കിംഗ് സംവിധാനങ്ങളെ സമന്വയിപ്പിക്കുകയായിരുന്നു. ഡിജിറ്റൽ പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുകയായിരുന്നു. ഷിപ്പിംഗ് റൂട്ടുകൾ സുരക്ഷിതമാക്കുകയായിരുന്നു. ഒരൊറ്റ സിസ്റ്റത്തെ മാത്രം ആശ്രയിക്കുമ്പോഴാണ് സാമ്രാജ്യങ്ങൾ ദുർബലമാകുന്നത്. അമേരിക്ക ഡോളർ മേധാവിത്വത്തെ ആശ്രയിക്കുന്നു, നാവിക നിയന്ത്രണത്തെ ആശ്രയിക്കുന്നു, സാമ്പത്തിക സമ്മർദ്ദങ്ങളെ ആശ്രയിക്കുന്നു. എന്നാൽ ചൈനയുടെ തന്ത്രം വ്യത്യസ്തമാണ്. ഒന്നിലധികം റൂട്ടുകൾ, ഒന്നിലധികം വിതരണക്കാർ, ഒന്നിലധികം കറൻസികൾ, ഒന്നിലധികം ലോജിസ്റ്റിക് സംവിധാനങ്ങൾ. അതിനാൽ ഒരു വഴി തടസ്സപ്പെട്ടാലും മറ്റൊരു വഴി തുറന്നു തന്നെ ഇരിക്കും.
അമേരിക്കൻ ഉപരോധങ്ങളെ തടയുവാൻ വേണ്ടി ചൈന രൂപകൽപ്പന ചെയ്തെടുത്തത് ഈ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. എന്നാൽ അമേരിക്ക ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇതിനെയൊക്കെ തടയുവാൻ വളരെ വൈകിപ്പോയിരിക്കുന്നു എന്നുള്ളത്. ഇനി ഇത് ഇറാൻ അപ്പുറത്തേക്ക് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ പറയാം. കാരണം ഇതിപ്പോൾ ഇറാനെക്കുറിച്ച് മാത്രമുള്ളതല്ല. ഇറാൻ വെറും ഒരു പരീക്ഷണ വസ്തു മാത്രമാണ്. യഥാർത്ഥ പ്രേക്ഷകർ ഗ്ലോബൽ സൗത്ത് ആണ്. ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, തെക്ക് കിഴക്കൻ ഏഷ്യ, മധ്യേഷ്യ, മിഡിൽ ഈസ്റ്റ് എന്നീ മേഖലകൾ. പതിറ്റാണ്ടുകളായി അമേരിക്ക ഉപരോധങ്ങൾ ആവർത്തിച്ച് ഉപയോഗിക്കുന്നത് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണിതൊക്കെ. അവർ തങ്ങളോട് തന്നെ ഒരു അപകടകരമായ ചോദ്യം ചോദിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്തത് ഞങ്ങളിൽ ആരെങ്കിലും ആയിരിക്കുമോ? രാജ്യങ്ങൾ ആ ചോദ്യം ചോദിക്കുവാൻ തുടങ്ങുമ്പോൾ വിശ്വാസം തകരുവാൻ തുടങ്ങുന്നു. ഒരു സാമ്പത്തിക സാമ്രാജ്യത്തിൽ വിശ്വാസമാണ് എല്ലാം. ഡോളർ സംവിധാനം നിലനിൽക്കുന്നത് വിശ്വാസത്തിലാണ്. തങ്ങളുടെ കരുതൽ ശേഖരം സുരക്ഷിതമാണ് എന്നുള്ള വിശ്വാസം, തങ്ങളുടെ സുരക്ഷിതത്വം സ്ഥിരമായിരിക്കും എന്നുള്ള വിശ്വാസം, വ്യാപാര റൂട്ടുകൾ രാഷ്ട്രീയമായി നിഷ്പക്ഷമായിരിക്കും എന്നുള്ള വിശ്വാസം. എന്നാൽ ഉപരോധങ്ങൾ അമിതമായി കടുക്കുമ്പോൾ നിഷ്പക്ഷത ഇല്ലാതെയാകുന്നു. സിസ്റ്റം ഒരാഗോള പൊതുസ്ഥലം എന്നുള്ളതിനേക്കാൾ ഒരായുധമായി കാണപ്പെടുവാൻ തുടങ്ങുന്നു. സംവിധാനങ്ങൾ ആയുധങ്ങളായി മാറുമ്പോൾ മറ്റ് ശക്തികൾ ബദലുകൾ നിർമ്മിക്കുവാൻ തുടങ്ങും. നമ്മൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് ആ വിഘടനത്തിന്റെ ചക്രത്തിലേക്കാണ്. പരിപൂർണമായ ആഗോളവൽക്കരണ വിരുദ്ധതയല്ല അത് വളരെ ലളിതമായ ചിന്തയാണ്. നമ്മൾ ഇപ്പോൾ കാണുന്നത് ആഗോളവൽക്കരണം രണ്ട് വ്യത്യസ്ത മേഖലകളായി പിരിയുന്നതാണ്. അമേരിക്കൻ സാമ്പത്തിക മേഖല, ചൈനീസ് സാമ്പത്തിക മേഖല. ഡോളർ സെറ്റിൽമെന്റ് ശൃംഖലകൾ, ബദൽ സെറ്റിൽമെന്റ് ശൃംഖലകൾ. പാശ്ചാത്യ ഷിപ്പിംഗ് ഇൻഷുറൻസ്, ബദൽ ഇൻഷുറൻസുകൾ. സ്വിഫ്റ്റ്, അതിനുള്ള ബദൽ പേയ്മെന്റ് ആർക്കിടെക്ചർ. സമ്മർദ്ദത്തിന് കീഴിലും ഈ ബദൽ സംവിധാനത്തിന് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്നതിന്റെ തെളിവായി ഇറാൻ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നിമിഷം ചരിത്രപരമായി മാറുന്നത്. ഇവിടെയാണ് കഥ കൂടുതൽ അപകടകരമാകുന്നത്. കാരണം അമേരിക്കയ്ക്ക് ഈ പ്രക്രിയയെ എളുപ്പത്തിൽ മാറ്റുവാൻ കഴിയില്ല. ഓപ്ഷനുകളെക്കുറിച്ച് ശ്രദ്ധാപൂർവം ചിന്തിക്കണം. അമേരിക്കയ്ക്ക് ചൈനയെ കൂടുതലായി ഉപരോധിക്കുവാൻ ഇനി കഴിയുമോ? കഴിഞ്ഞേക്കാം. എന്നാൽ ലോകത്തിന്റെ മാനുഫാക്ചറിംഗ് കേന്ദ്രത്തെ ഉപരോധിക്കുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കും. പണപ്പെരുപ്പം, വിതരണ ശൃംഖലയിലെ തകരാറുകൾ, ഇലക്ട്രോണിക്സ് ക്ഷാമം, വ്യവസായ തടസ്സങ്ങൾ. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ തന്നെ ചൈനീസ് ഉൽപ്പാദനത്തെ വളരെയധികം ആശ്രയിച്ചിട്ടുണ്ട് ഇപ്പോൾ. ഇതാണ് വൈരുദ്ധ്യം. ഏത് സിസ്റ്റത്തെയാണോ സാമ്രാജ്യം നിയന്ത്രിക്കുവാൻ ശ്രമിച്ചത് അതിനെ തന്നെ ഒടുവിൽ അവർക്ക് ആശ്രയിക്കേണ്ടി വരുന്നു. അമേരിക്കയ്ക്ക് ഇറാനെ സൈനികമായി തടയുവാൻ കഴിയുമോ? സിദ്ധാന്തപരമായി സാധ്യമാണ്. എന്നാൽ അങ്ങനെ സംഭവിച്ചാൽ എണ്ണ വിപണി തകരും, പ്രാദേശികമായി യുദ്ധവ്യാപനമുണ്ടാകും, ആഗോള ഷിപ്പിംഗ് ഇൻഷുറൻസ് തകരും, ഏഷ്യൻ സമ്പദ് വ്യവസ്ഥകൾ പരിഭ്രാന്തിയിലാകും. ഇറാന്റെ ഊർജ പ്രവാഹത്തെ നേരിട്ട് അമേരിക്ക തടയുന്നത് ചൈന തങ്ങളുടെ ദേശീയ താൽപ്പര്യങ്ങൾക്കെതിരെയുള്ള ഭീഷണിയായി കരുതും. അത് സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിക്കും. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് തങ്ങളുടെ സഖ്യകക്ഷികളെ പൂർണ്ണമായി കൂടെ നിർത്തുവാൻ കഴിയുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. അത് മുൻപത്തേക്കാൾ ഇപ്പോൾ പ്രയാസകരമാണ്. കാരണം യൂറോപ്പ് സാമ്പത്തികമായി വളരെ ദുർബലമാണ്. ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ രണ്ടു വശത്തും നിൽക്കും. തുർക്കിയും ഇന്ത്യയും സന്തുലിതാവസ്ഥ പാലിച്ചാണ് പോകുന്നത്. സൗദി അറേബ്യ തന്നെ ഇപ്പോൾ ചൈനയുമായി കൂടുതൽ അടുത്ത് ഏകോപനം നടത്തി തുടങ്ങിയിട്ടുണ്ട്. ലോകമിനി ഏകധ്രുവമല്ല. അതാണ് ഇതിനിടയിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന യാഥാർത്ഥ്യം. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതിന്റെ അർത്ഥം നാളെ പെട്ടെന്ന് അമേരിക്ക തകർന്ന് താഴെ വീഴുമെന്നല്ല. അത് ലളിതമായൊരു ചിന്തയാണ്. സാമ്രാജ്യങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് അപ്രത്യക്ഷമാകില്ല. അതിനാൽ തന്നെ നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്കാണ് വരുന്നത്. അടുത്തതായി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇറാൻ ഉപരോധത്തെ അതിജീവിക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല ചോദ്യം. അമേരിക്കയ്ക്ക് ഇനി പഴയതുപോലെ രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തുവാൻ കഴിയില്ല. മറ്റൊരു ലോകത്തിന്റെ ആവിർഭാവം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. അതെല്ലാത്തിനെയും മാറ്റിമറിക്കുകയാണ്. ശീതയുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക ശക്തി വെറും സൈനിക ബലമായിരുന്നില്ല, അത് സിസ്റ്റത്തിന്മേലുള്ള നിയന്ത്രണമായിരുന്നു. ഡോളർ, ബാങ്കിംഗ്, ഷിപ്പിംഗ്, ഇൻഷുറൻസ്, ആഗോള വ്യാപാര പ്രവേശനം, ഊർജ വിപണികൾ, ഇതെല്ലാം കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് ലോകത്തിലെ ഏത് രാജ്യത്തെയും സമ്മർദ്ദത്തിലാക്കുവാൻ അവർക്ക് കഴിയുമായിരുന്നു. കാരണം അമേരിക്കൻ സാമ്പത്തിക ശക്തിയെ പ്രതിരോധിക്കുവാൻ തക്കവണ്ണം വലിയൊരു ബദൽ ശൃംഖല ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഒരു ബദൽ പ്രത്യക്ഷപ്പെടുകയാണ്. പതിയെ, നിശബ്ദമായി, തന്ത്രപരമായി. ചൈന സമാന്തര ഇൻഫ്രാസ്ട്രക്ചറുകൾ, സമാന്തര പേയ്മെന്റ് സംവിധാനങ്ങൾ, സമാന്തര വ്യാപാര ഇടനാഴികൾ, സമാന്തര ഊർജ ശൃംഖലകൾ എന്നിവ നിർമ്മിക്കുകയാണ്. സമ്മർദ്ദങ്ങൾക്ക് നടുവിലും ആ സംവിധാനത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും എന്ന് ഇറാൻ തെളിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ നിമിഷം ഇത്രയധികം പ്രാധാന്യമർഹിക്കുന്നത്. ചൈനീസ് പിന്തുണയിലൂടെ ഇറാൻ ഉപരോധത്തെ അതിജീവിച്ചാൽ മറ്റ് രാജ്യങ്ങൾ ഈ മാതൃക ശ്രദ്ധാപൂർവം പഠിക്കും. റഷ്യ ഇതിനകം തന്നെ പാശ്ചാത്യ സംവിധാനങ്ങൾക്ക് പുറത്ത് വ്യാപാരം നടത്തി തുടങ്ങിയിട്ടുണ്ട്. സൗദി അറേബ്യ ബീജിംഗുമായി അടുക്കുന്നു. ബ്രിക്സ് വികസിക്കുന്നു. രാജ്യങ്ങൾ റെക്കോർഡ് അളവിൽ സ്വർണം വാങ്ങുന്നു. കൂടുതൽ ഊർജ്ജ ഇടപാടുകൾ ഡോളറിന് പുറത്ത് നടന്നു തുടങ്ങുന്നു. ഇവയൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, എല്ലാം സൂചനകളാണ്. ആഗോള സംവിധാനം വിഘടിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ.
ബദൽ സംവിധാനങ്ങൾ യഥാർത്ഥമാണ് എന്ന് രാജ്യങ്ങൾ വിശ്വസിക്കുവാൻ തുടങ്ങിയാൽ അമേരിക്കയുടെ സ്വാധീനം സ്വയം ദുർബലപ്പെടും. അമേരിക്കയ്ക്ക് ഓൾറെഡി ഇതൊക്കെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം അവർ പൊരുതി നിൽക്കുവാൻ ശ്രമിക്കുകയാണ്. പക്ഷെ തകരും. ഒറ്റ രാത്രി കൊണ്ടല്ല, ക്രമേണ. ചരിത്രം കാട്ടിത്തരുന്നത് വളരെ പ്രധാനപ്പെട്ട അത്തരം ചില കാര്യങ്ങളാണ്. സാമ്രാജ്യങ്ങൾ ഒറ്റ യുദ്ധം കൊണ്ട് തകരാറില്ല. അവയുടെ ശക്തിയെ താങ്ങി നിർത്തുന്ന സംവിധാനങ്ങൾ, അവയ്ക്കിടയിൽ പതിയെ ജീർണതകൾ സംഭവിക്കും. ആ സമയത്ത് അവ ദുർബലപ്പെടും. ഇറാന്റെ മറഞ്ഞിരിക്കുന്ന രക്ഷാമാർഗം ചൈന തുറന്നുകൊടുത്തതിന്റെ ആഴത്തിലുള്ള അർത്ഥം ഇതാണ്. അത് ഇറാനെ സഹായിക്കുവാൻ വേണ്ടി മാത്രമായിരുന്നില്ല, അമേരിക്കയെ മറികടക്കുവാൻ കഴിയുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി കൂടിയായിരുന്നു. ആ ബൈപ്പാസ് റൂട്ടുകൾ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് ലോകം കാണുമ്പോൾ മനഃശാസ്ത്രപരമായ സന്തുലിതാവസ്ഥ മാറുന്നു, ആത്മവിശ്വാസം മാറുന്നു, വ്യാപാരം മാറുന്നു, സഖ്യങ്ങൾ മാറുന്നു, ലോകം മറ്റു വഴികൾ നോക്കുവാൻ തുടങ്ങുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. ചൈനയ്ക്ക് അമേരിക്കൻ സംവിധാനത്തെ പൂർണ്ണമായി നശിപ്പിക്കേണ്ടതില്ല. അതിന്റെ ആധിപത്യം കുറച്ചാൽ മാത്രം മതി. ഭയം കുറയ്ക്കുക, അത് ഒഴിവാക്കുവാൻ കഴിയാത്ത ഒന്നല്ലാതാക്കി മാറ്റുക, അതിനെ കേന്ദ്രസ്ഥാനത്ത് നിന്നും മാറ്റുക. കാരണം അമേരിക്ക ലോകത്തിന്റെ ഏക കേന്ദ്രമെന്ന അവസ്ഥയിൽ നിന്ന് മാറി പകരം പല വൻശക്തികളിൽ ഒന്നായി മാറുന്ന ഒരു നിമിഷം. അവരെ അവിടെ കൊണ്ട് പിടിച്ചു കെട്ടുവാൻ വേണ്ടിയാണ് ചൈന കാലങ്ങളായി ഈ നിശബ്ദമായ നിഴൽ യുദ്ധം നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ചൈന ഉണ്ടാക്കിയ ഈ ബ്ലൂ പ്രിന്റ് പടർന്നു പന്തലിക്കുകയാണെങ്കിൽ ചരിത്രകാരന്മാർ ഈ നിമിഷത്തെ നോക്കിക്കാണുന്നത് അമേരിക്കയുടെ പരമാധികാര സാമ്പത്തിക മേധാവിത്വത്തിന്റെ യുഗം നിശബ്ദമായി അവസാനിക്കാൻ തുടങ്ങിയ ബിന്ദുവായിട്ടായിരിക്കും. ഇത് പ്രവചനമല്ല, ഘടനാപരമായ വിശകലനമാണ്. ഇപ്പോൾ ചരിത്രം വളരെ വേഗത്തിലാണ് മുൻപോട്ട് നീങ്ങുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. അപ്പോൾ തന്നെ ഇതുപോലെയുള്ള തുടർ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും ഓർപ്പിക്കുന്നു. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം.